ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം പൊറ്റയിലാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റി നമുക്കൊരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ട്രിവാൻഡ്രം പൊറ്റയിൽ എന്നുള്ള സ്ഥലത്ത് എത്താൻ പറ്റും. ഇവിടെ ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് 4 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ട് നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്ററുമാണ് നമുക്ക് ദൂരം വരുന്നത്. നമുക്ക് തിരുമല രാമേന്ദ്രയിൽ നിൽക്കുമ്പോൾ ഒരു 3.5 കിലോമീറ്ററൊക്കെ നമുക്കിവിടെ എത്താൻ സാധിക്കും. അപ്പോൾ ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, തന്നെ നമുക്ക് വേറെ ധാരാളം വീടൊക്കെ നമുക്ക് കണ്ട് ഈ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ലൊക്കേഷനും ബാക്കിയെല്ലാം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമുക്ക് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റ് ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ആയിട്ട് ഒരു സിംഗിൾ ഗേറ്റ് ഇതാ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ആദ്യം നമുക്ക് ഈ സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് തന്നെ നമുക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഭാഗത്തും നമുക്കിവിടെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് പൈപ്പ് കണക്ഷൻ മാത്രമാണുള്ളത്. നമുക്ക് കിണർ അവൈലബിൾ അല്ല, നമുക്ക് പൈപ്പ് കണക്ഷനാണ് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ സൈഡ് ഫുള്ളും തന്നെ കണ്ടോ ഇൻ്റർലോക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് 12x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. കണ്ടോ, നമുക്കിവിടെ പുറത്ത് സൈഡിലായിട്ട് നമുക്കിവിടെ വാൾട്ടയിൽ ഇതായി ഭാഗത്ത് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്റ്റെപ്പ് വരുന്ന രീതിക്കാണ് നമുക്കിവിടെ സിറ്റ് ഔട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ട് നമുക്ക് ഡോറ് കണ്ടോ, ഈ ഒരു ഡോറ് ഫുള്ളും തന്നെ പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയാണ് ആദ്യം വരുന്നത്. നമുക്കിവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലുണ്ടോ ഇങ്ങനെയാണ് സീലിംഗ് വർക്ക് വരുന്നത്. നമുക്കിതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് വാഷ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിത് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. അതിൻ്റെ അകത്ത് കണ്ടോ, ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇനി നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഭാഗത്താണ് നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 16x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്കിവിടെ മുകളിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫാൻസി ലൈറ്റൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ TV യൂണിറ്റ് ഉണ്ട്. ഈ ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു വലിയ TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ സൈഡിൽ നമുക്കൊരു ലിക്വിഡ് വാൾപേപ്പർ കണ്ടോ, ഈ ഭാഗത്ത് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ലിക്വിഡ് വാൾപേപ്പറാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി ഇവിടെ വരുന്നത് ഡൈനിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് ഉണ്ടോ, നമുക്കിവിടെ സ്പോട്ട് ലൈറ്റും പ്രൊഫഷണൽ ലൈറ്റിങ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അവിടെ മിററൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടെയിൽ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലീഫിൻ്റെ പാറ്റേൺ വരുന്ന ഒരു ടെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സിങ്ക് കണ്ടോ, ഈ ഇത് നല്ല ഭംഗിയായിട്ടൊരു ഗോൾഡൻ ഫിനിഷിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ഉണ്ടോ, നമുക്ക് ഇതാണ് നമുക്കിവിടെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ അകത്തുണ്ടോ, ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ കണ്ടോ ഈ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്കിവിടുത്തെ കബോർഡ്സുകൾ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കബോർഡ്സാണ് നമുക്കിവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 10x10 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന കിച്ചൺ ഫുള്ള് വരുന്നത്. ഫുള്ളും തന്നെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിവിടെ കബോർഡ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഫിനിഷിങ്ങോടെ ചെയ്തിട്ടുള്ള നമുക്ക് PVC പാനലിലാണ് നമുക്ക് അപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷനാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സിങ്ക് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കിവിടെ ഈ ഭാഗത്ത് നമ്മൾ സ്റ്റെയർ കയറുന്നതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. നമുക്കിവിടെ ഇൻവേർട്ടറും നമുക്ക് സെക്യൂരിറ്റി ക്യാമറയൊക്കെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള ആക്സസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടുത്തെ
ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇനി നമുക്കുള്ളത് ബെഡ്റൂമാണ്. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ലിക്വിഡ് വാൾപേപ്പറിൻ്റെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടോ. വാളിൽ ഫുള്ളും തന്നെ നല്ല ഭംഗിയായിട്ട് അത് കിട്ടുന്നുണ്ട്. മുകളിൽ സ്ട്രിപ്പ് ലൈറ്റാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ സ്പോട്ട് ലൈറ്റും ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന വാർഡ്രോബ് ഉണ്ടോ, ഇതാണ് വരുന്നത്. ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. നമുക്ക് 2 ഡോർ വരുന്നതും. അപ്പോൾ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ അകത്ത് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ കോമൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ബാക്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിക്കുള്ള ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ കയറിയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെയറിൻ്റെ സൈഡിലത്തെ ഹാൻഡിൽസ് ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഫുള്ള് ഹാൻഡിൽസും വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ പർഗോള ഒരു രീതിക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റെയർ കയറി നമുക്ക് ഇനി മുകളിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ മുകളിൽ നമുക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. 20x10 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് കണ്ടത് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത് നമുക്ക് 20x10 ഡയമെൻഷനിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കണ്ട വാളിൽ ഇതാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതാണ് വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നമ്മുടെ മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, 20x10 ഡയമെൻഷനിൽ നമുക്ക് വരുന്നതാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ബാക്കി 2 ബെഡ്റൂമാണ് നമുക്ക് ഇനി പരിചയപ്പെടുത്തുള്ളത്. ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് ഇനി മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ വലിയൊരു ബെഡ്റൂം നോക്കാം. നമുക്ക് 14x12 ഡയമെൻഷനിലുള്ളതാണ് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. കണ്ടോ, ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ടോ, ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. 4 ഡോർ വരുന്നുണ്ട്. താഴെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, ഇങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളും തന്നെ നമുക്ക് ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു അലമാര ഫുള്ളും വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ മിററും സിങ്ക് ഉണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ സൈഡിൽ ലിക്വിഡ് വാൾപേപ്പർ ഗ്രീൻ കളറിലുള്ള യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടാതെ നമുക്ക് എല്ലാ വിൻഡോയിലും ഇവിടെ ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ടോ. എല്ലാ വിൻഡോയിലും നമുക്കിവിടെ ലൈറ്റിംഗ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇവിടെ സീലിംഗ് വർക്ക് ഇതാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് നമുക്കിത് ഇതാണ് വരുന്നത്. 2 ഡോറും താഴെ നമുക്കിവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും വരുന്ന ഒരു വാർഡ്രോബാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മിററും നമുക്കിത് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. താഴെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. നമുക്ക് 20x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ടൈലാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സൈഡിലത്തെ ഹാൻഡിൽസ് ഫുള്ള് സ്റ്റീലിലാണ് വരുന്നുണ്ടോ. സ്റ്റീലിലുള്ള ഹാൻഡിൽസാണ് ഇവിടെ സൈഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വാൾ ടൈൽ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 62 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നമുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് നിങ്ങൾ വീട് നോക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീടിൻ്റെ
വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള കിടിലം വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.